ശ്രീ ബലദേവ്, അങ്ങ് ഈ ഉദ്യോഗാർത്ഥികളെ ഒരു പുച്ഛിക്കുന്ന തരത്തിലുള്ള പരിഹസിക്കുന്ന, നേരത്തെ തന്നെ അവർ പരിഹാസത്തിന് ഇരയായതാണ്, വീണ്ടും പരിഹസിക്കുന്ന ഒരു നിലപാടാണ് അങ്ങ് സ്വീകരിച്ചത്. അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കും, പെട്ടെന്ന് അവസാനിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ശ്രീ അനന്തു, എനിക്കല്ലാത്ത ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാത്തതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം വിഷമമുള്ള കൂട്ടത്തില് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാതെ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നതെന്നല്ല ഞാൻ. പക്ഷെ ഒരിക്കലും PSC ചെയർമാനും മുഖ്യമന്ത്രിയും അവർക്ക് നിങ്ങളെ 100% പേരെ എടുക്കുമെന്ന് ഉറപ്പുകൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും, വിശേഷിച്ച് 15,000 പേരൊക്കെ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ BJP നേതാവിനെ വെല്ലുവിളിക്കാൻ, നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ജോലി കൊടുക്കാൻ ഒരു പൊതുമേഖലാ സ്ഥാപനം നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഓക്കെ, ശ്രീ യുവരാജ്, ഇവിടെ ഒരു PSC ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 100% നിയമനം നടക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി ആയാലും അത് വിശ്വാസത്തിൽ എടുക്കുന്നത് മണ്ടത്തരമാണ്. അങ്ങനെയൊക്കെ വിശ്വസിക്കാമോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. അതൊന്ന്. മറ്റൊന്ന്, PSC ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നത് PSC ആണ്. മറ്റിടങ്ങളിലെ കാര്യങ്ങൾ നോക്കൂ, കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങൾ നോക്കൂ എന്നൊക്കെ അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായിരുന്നു. താങ്കൾക്ക് അതിനോട് ചേർത്ത് മറുപടി പറയാം. ഉറപ്പാണ് LDF എന്ന് വാക്കുകൊടുത്ത് പ്രചരണം നടത്തി തിരിച്ച് അധികാരത്തിലേക്ക് വന്നതാണ് രണ്ടാമത്തെ പിണറായി വിജയൻ സർക്കാർ. അത് ഇത്രയേ ഉള്ളൂ ആ ഉറപ്പ് എന്നുള്ള കാര്യം ഇടത് സഹയാത്രികർ തന്നെ വന്നിരുന്നിട്ട് പറയുകയാണ്. പിണറായി വിജയന്റെ വാക്കിന് വലിയ ഉറപ്പൊന്നുമില്ല. അതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വഴിനീളെ ഇറങ്ങി മുട്ടുകാലിൽ ഇഴഞ്ഞാലും മുട്ടയടിച്ചാലും ഇനിയിപ്പോ എന്ത് ചെയ്തിരുന്നാലും യാതൊരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇടത് സഹയാത്രികർ തന്നെ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് ശ്രീ ബലദേവ്, താങ്കൾ ആ കാര്യം തുറന്ന് സമ്മതിച്ചതിന്. പിണറായി വിജയന്റെ വാക്കിന് ഇത്രയൊക്കെ ഉറപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് PSC വഴി ഏറ്റവും അധികം നിയമനം കൊടുത്തത് കേരളത്തിലാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറയല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ സാറേ, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു നിമിഷത്തിൽ പോലും ഞാൻ ഇടപെട്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്നെ പറയാൻ അനുവദിക്കുക അങ്ങ്. ഒന്ന്, PSC വഴി നിങ്ങൾ എത്ര കാലമായിട്ട് നിങ്ങൾ ഈ കള്ളത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കലാണ്? PSC വഴി ഏറ്റവും കൂടുതൽ നിയമനം കൊടുത്തത് കേരളത്തിലാണെന്നുള്ളത്. സർക്കാർ സർവീസുകൾ, സംസ്ഥാന സർക്കാർ സർവീസുകളിൽ ഏറ്റവും അധികം നിയമനം കൊടുത്തിരിക്കുന്നത് കേരളത്തിലാണോ? കേരളത്തിൽ മാത്രമാണ് PSC വഴി പോലീസിലേക്കും ഫയർഫോഴ്സിലേക്കും അങ്ങനെ സർവ്വവിധ ഗവൺമെന്റ് സർവീസിലേക്കും PSC വഴി റിക്രൂട്ട് ചെയ്യുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അതാത് ബോർഡുകൾ, ഇപ്പൊ പോലീസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ബോർഡ്, ഫയർഫോഴ്സിനാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ബോർഡ്, ഇങ്ങനെ സർക്കാർ നിയമനങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയമനങ്ങൾ നടത്തുമ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളും അതാത് ബോർഡുകൾ വഴിയാണ് നിയമനം നടത്തുന്നത്. ഇപ്പൊ ഉദാഹരണം പറയാം, UP യിൽ 23 കോടി ജനതയുണ്ട്. അപ്പൊ അവിടെ എത്ര കോടി പോലീസ് അല്ലെങ്കിൽ എത്ര ലക്ഷം പോലീസുകാർ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. കേരളത്തിലുള്ളതിന്റെ 7-8 ഇരട്ടി പോലീസുകാർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ കഴിഞ്ഞ 5-10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയിരിക്കുന്നത് കേരളത്തിലാണെന്ന് പറയാൻ കഴിയും? അല്ല, സംഭവം ശരിയാണ്. PSC വഴി നിയമനം നടത്തിയിരിക്കുന്ന കേരളത്തിലാണ്. എല്ലാത്തിനും കൂടെ PSC എന്ന് പറഞ്ഞ ഒറ്റ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതുവഴി പറയുന്ന അഡ്വൈസ് മെമ്മോ അയക്കുന്നതിന് എല്ലാത്തിനെയും കൂടെ കണക്കാക്കിയിട്ടാണ് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് മെമ്മോ അയച്ചു എന്ന് പറയുന്നത്. ശുദ്ധ നുണയാണ് ഈ പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം പ്രത്യേകം ബോർഡുകളാണ്, പ്രത്യേകം പരീക്ഷകളാണ്. ആ പരീക്ഷകളിൽ നിന്നിട്ടാണ് ആൾക്കാരെ അവിടെ നിയമിക്കുന്നത്. അതുകൊണ്ട് ഇവർ പറയുന്നത് കള്ളത്തരമാണ്. ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ നിയമനങ്ങളൊന്നും നടത്തുന്നില്ല. അദ്ദേഹം ജാനുവരിയിൽ 2022 എന്തോ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ജിതേന്ദ്ര ശർമ്മ പറഞ്ഞ, താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ 2023 ജൂണിലെ ഒരു വാർത്ത ജിതേന്ദ്ര ശർമ്മ എന്നെ പറയുന്ന കാര്യം പറയാണ്. 9 ലക്ഷം ഗവൺമെന്റ് ജോബ് ക്രിയേറ്റ് ചെയ്യുകയും നിയമനം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം 2023 ജൂണില് താങ്കൾ പരാമർശിച്ച അതേ ജിതേന്ദ്ര ശർമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 8,82,191 സെൻട്രൽ ഗവൺമെന്റ് വേക്കൻസികളാണ് കഴിഞ്ഞ 9 വർഷത്തിൽ ഫിൽ ചെയ്തിരിക്കുന്നത്. കമ്പയർഡ് ടു 6,02,045 ഇൻ ദ ഫസ്റ്റ് 9 years ഓഫ് ദി UP എന്നുള്ളതാണ്. ആ ഫസ്റ്റ് 9 yearsൽ ആദ്യത്തെ ഒരു 4-4.5 കൊല്ലം താങ്കളുടെ പാർട്ടിയുടെ കൂടെ പിന്തുണയോട് കൂടിയാണ് UPA സർക്കാർ ഭരിച്ചതെന്നുള്ള കാര്യം അങ്ങ് മറന്നു പോകരുതെന്ന് കൂടി അങ്ങേ വിനീതമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ താങ്കൾ പറഞ്ഞ 2 വിഷയങ്ങൾക്കുമുള്ള മറുപടി ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ ഒരു ഇടത് സഹയാത്രികനായതുകൊണ്ട് ഇപ്പൊ എനിക്ക് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉറപ്പൊന്നും ചോദിച്ച് മേടിക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിക്ക് പറയുന്നതിന് തന്നെ യാതൊരു ഉറപ്പുമില്ല എന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇടത് സഹയാത്രികരോട് ഞങ്ങൾ എന്തുറപ്പാണ് ചോദിക്കുക? ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതോടുകൂടി കഴിയുന്നില്ല എന്നുള്ള കാര്യം കോടതി വിധി തന്നെ ഉണ്ട്. ഇനിയെങ്കിലും നിയമനം നടത്താൻ നിങ്ങൾ തയ്യാറാകുമോ ഇല്ലയോ? ഇല്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാലും അതിലൊരു ഉറപ്പുമില്ല. കാരണം ഒരു CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധിയാണെങ്കിൽ പോലും പറയുന്നതിനകത്ത് ഉറപ്പില്ല. കാരണം താങ്കൾ തന്നെ പറയുകയാണ്, എന്താണ് മുഖ്യമന്ത്രി പറയുന്നതിന് പോലും ഉറപ്പില്ല. എന്നാൽ താങ്കളോടൊക്കെ ഞങ്ങൾ എന്ത് ചോദിക്കാനാണ് ശ്രീ ബലദേവ്?